ഒരു മിന്നൽ പോലെയായിരുന്നു ഫാറൂഖിന്റെ മരണം. ആർക്കും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ആ ദുരന്തം. തീർത്തും അപ്രതീക്ഷിതമായ ഒരു ഞായറാഴ്ച രാവിലെ ഒരു കാറ്റിനെപ്പോലെ വന്ന നെഞ്ചുവേദന ഒരു കൊടുങ്കാറ്റായി ആ ജീവിതം പറിച്ചെടുത്തു. ആയിഷയുടെ കണ്ണീരുണങ്ങും മുമ്പാ വീട്ടിലെ ചുവരുകൾക്ക് അവളുടെ ദുരിതത്തിന്റെ കഥ പറയാൻ തുടങ്ങി. ദുഃഖത്തിൽ ആണ്ടുപോയ അവൾക്ക് ചുറ്റും ഭർത്താവിന്റെ കുടുംബം ഒരു വൻമതിൽ പോലെ ഉയർന്നു. ആ വീട് ഇനി അവൾക്കുള്ളതല്ലെന്ന് ഫാറൂഖിന്റെ ഉമ്മ സുലൈഖ ഉമ്മയും അനിയൻ റഫീഖും തീർത്തു പറഞ്ഞു. നിനക്കിനി ഇവിടെ യാതൊരു സ്ഥാനവുമില്ല. ഫാറൂഖിന്റെ പിൻഗാമിയാകാൻ ഒരു കുഞ്ഞില്ലാത്ത നീ ഈ തറവാട്ടിൽ എന്തിനു നിൽക്കണം? റഫീഖിന്റെ വാക്കുകൾ അവളുടെ ഹൃദയത്തിൽ തറച്ച കൂർത്ത അമ്പുകളായിരുന്നു. നീ ഞങ്ങളുടെ കുടുംബത്തിനൊരു നാണക്കേടാണ്. പോവണം ഈ വീട്ടിൽ നിന്ന്. ഫാറൂഖ്, നിന്റെ പേരിൽ ഒരുപാട് സ്വത്തുകൾ എഴുതിവെച്ചിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് ഈ വീട്ടിൽ ആവശ്യമുള്ളവരെ മാത്രമേ താമസിപ്പിക്കാൻ കഴിയൂ. നിനക്ക് ഇവിടെയും പോകാൻ ആരുമില്ലായിരിക്കും. പക്ഷേ നിന്റെ ഭർത്താവിന്റെ സ്വത്തുക്കൾ ഉപയോഗിച്ച് നിനക്ക് വേറെവിടെയെങ്കിലും താമസിക്കാം. സുലൈഖ ഉമ്മയുടെ വാക്കുകൾ കാതുകളിൽ മുഴങ്ങി. അവൾക്ക് അതിശയം തോന്നിയില്ല. കാരണം ഫാറൂഖ് ഉണ്ടായിരുന്നപ്പോൾ പോലും അവർക്ക് അവളോട് വലിയ താൽപ്പര്യമില്ലായിരുന്നു. അവൾക്ക് ഒരിടത്തും പോകാനില്ലാത്തതുകൊണ്ട് ഭർത്താവിന്റെ പഴയ ചെറുതും ഒറ്റപ്പെട്ടതുമായ വീട്ടിലേക്ക് അവൾ തിരികെ പോയി. ആ പഴയ വീട്ടിലെത്തിയപ്പോൾ അവൾക്ക് സമാധാനം ലഭിച്ചു. ഈ വീടിന് ഭർത്താവിന്റെ ഓർമ്മകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവൾ വീടിന്റെ ഓരോ കോണിലും ഫാറൂഖിന്റെ സാന്നിധ്യം തിരഞ്ഞു. അവൾക്ക് ഫാറൂഖിന്റെ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയുമായിരുന്നു. അവൾ അടുക്കളയിൽ ഭക്ഷണം പാകം ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ പൂന്തോട്ടത്തിൽ ചെടികൾ നനയ്ക്കുമ്പോൾ പോലും. അവളുടെ ദുരിതത്തിലും ആശ്വാസമായി തോന്നിയതവൾ ഫാറൂഖിന്റെ കുഞ്ഞിനെ ഗർഭം ധരിച്ചിരിക്കുന്നു എന്ന തിരിച്ചറിവായിരുന്നു. അവൾ തന്റെ ഭർത്താവിനോടുള്ള സ്നേഹത്തിന്റെ തെളിവായ രഹസ്യം ഉള്ളിൽ സൂക്ഷിച്ചു. അത് അവൾ ആരുമായും പങ്കുവയ്ക്കാൻ ആഗ്രഹിച്ചില്ല. ഒരു ദിവസം അവൾ ഫാറൂഖിന്റെ പഴയ പുസ്തകങ്ങൾ അടുക്കിവെക്കുന്നതിനിടെ ഒരു പുസ്തകത്തിൽ നിന്ന് ഒരു കത്ത് താഴെ വീണു. കൗതുകത്തോടെ അവളത് തുറന്നു. അത് ഫാറൂഖ് എഴുതിയ കത്തായിരുന്നു. അവൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഹൃദയമിടിപ്പുകൂടി. അവൾ പെട്ടെന്ന് കത്ത് വായിച്ചു. ഓരോ വാക്കും അവളെ ഞെട്ടിച്ചു. പ്രിയപ്പെട്ട ആയിഷ, ഞാൻ ഈ കത്തെഴുതുന്നത് ഒരുപക്ഷേ നിന്റെ മുന്നിൽ ഒരുപാട് ദുരൂഹതകൾ അവശേഷിപ്പിച്ചുകൊണ്ടായിരിക്കും. എന്റെ സഹോദരനും ഉമ്മയും എന്റെ മരണത്തിൽ പങ്കാളികളായിരിക്കാം. എന്റെ മരണകാരണം ഹൃദയാഘാതമല്ല എന്ന കത്തിലെ വരികൾ അവളെ അമ്പരപ്പിച്ചു. അവൾ കത്ത് വീണ്ടും വീണ്ടും വായിച്ചു. ഫാറൂഖ് എങ്ങനെയാണ് ഇത് മനസ്സിലാക്കിയതെന്നോ അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് സംഭവിച്ചതെന്നോ അവൾക്ക് മനസ്സിലായില്ല. എന്നാൽ അവൻ അവൾക്കായി ഒരു സൂചന നൽകിയിരുന്നു. നമ്മുടെ ഓർമ്മകൾ സൂക്ഷിക്കുന്ന കണ്ണാടിയിൽ ഒരു പേരെഴുതി വെച്ചിട്ടുണ്ടതിലൂടെ നീ സത്യം കണ്ടെത്തും. അവൾക്ക് ആ വാക്കുകൾ ഹൃദയത്തിൽ നിന്ന് മായ്ക്കാൻ കഴിഞ്ഞില്ല. കാരണം ഫാറൂഖ് അവൾക്ക് നൽകിയ സൂചനയായിരുന്നു അത്. അതിനുശേഷം അവൾ ആ കത്ത് ഭദ്രമായി സൂക്ഷിച്ചു. ഭർത്താവിനെ കൊന്നവരെ അവൾക്ക് അറിയണമായിരുന്നു. അങ്ങനെ അവൾ ആ പ്രതികാരത്തിന്റെ പാതയിലേക്കിറങ്ങി. ഫാറൂഖിന്റെ കത്ത് വായിച്ചതിനു ശേഷം ആയിഷയുടെ ഹൃദയം പ്രതികാരത്തിന്റെ അഗ്നിയിൽ ആളിക്കെത്തി. തന്റെ ഭർത്താവിന്റെ മരണത്തിനു പിന്നിൽ അയാളുടെ സ്വന്തം സഹോദരനും അമ്മയുമാണെന്ന് വിശ്വസിക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല. ഈ ക്രൂരതയ്ക്ക് പിന്നിലെ സത്യം കണ്ടെത്താൻ അവൾ തീരുമാനിച്ചു. തന്റെ ദുരന്തത്തിന് കാരണക്കാരായ ആളുകളെ നേരിടാൻ അവൾ മാനസികമായി ഒരുങ്ങി. ഈ ദൗത്യം ഒറ്റയ്ക്ക് ചെയ്യണമെന്ന് അവൾ തീരുമാനിച്ചു. ഒരു ഉച്ചസമയത്ത് റഫീഖും സുലൈഖ ഉമ്മയും വീട്ടിലില്ലെന്ന് ഉറപ്പുവരുത്തി അവൾ ആരും കാണാതെ അവരുടെ വീടിന് നേരെ നടന്നു. അവളുടെ ഹൃദയം വേഗത്തിൽ മിടിച്ചു. മതിലിന് മുകളിലൂടെ അവൾ ചാടിക്കടന്നു. വീടിന്റെ പിന്നിലുണ്ടായിരുന്ന ഒരു പഴയ ജനൽ വഴി അവൾ അകത്തേക്ക് കയറി. വീട് നിശബ്ദമായിരുന്നു. അവൾ നേരെ ഫാറൂഖിന്റെ മുറിയിലേക്ക് പോയി. മുറിയിൽ പഴയ കണ്ണാടി ഉണ്ടായിരുന്നില്ല. റഫീഖിന്റെ കല്യാണത്തിന് പുതിയ ഫർണിച്ചർ വാങ്ങിയപ്പോൾ ആ പഴയ കണ്ണാടി അവർ സ്റ്റോർ റൂമിലേക്ക് മാറ്റിയിരുന്നു. അവൾക്ക് ആ സ്ഥലം അറിയാമായിരുന്നു. വീടിന്റെ മുകളിലുള്ള സ്റ്റോർ റൂമിലേക്ക് അവൾ പതുക്കെ നടന്നു. പൊടിയും മാറാലയും പിടിച്ച സാധനങ്ങൾക്കിടയിൽ അവൾ ആ കണ്ണാടി കണ്ടെത്തി. അവൾ അതൊന്ന് തുടച്ചു നോക്കി. കണ്ണാടിയുടെ ഫ്രെയിമിന് പിന്നിൽ പേരെഴുതിയ ഒരു തുണ്ട് കടലാസ് ഒട്ടിച്ചിരിക്കുന്നത് അവൾ കണ്ടു. അവൾ അതൊന്ന് ചുരണ്ടി നോക്കി. പേര് വ്യക്തമായി കാണാൻ കഴിഞ്ഞു. നഫീസ എന്നായിരുന്നു അത്. അവൾക്ക് ആ പേര് പരിചിതമായിരുന്നു. ഫാറൂഖിന്റെ വീട്ടിൽ പണ്ട് ജോലി ചെയ്തിരുന്ന സ്ത്രീ. വർഷങ്ങൾക്ക് മുമ്പ് അവരെ ആരും അറിയാത്ത രീതിയിൽ പറഞ്ഞുവിട്ടതായിരുന്നു. അവൾ ആ പേപ്പർ കീശയിലിട്ടു. നഫീസ എന്ന പേരിലേക്ക് അവൾക്ക് യാതൊരു സംശയവുമില്ലായിരുന്നു. ഈ പേരിന് ഫാറൂഖിന്റെ മരണവുമായി എന്തെങ്കിലും ബന്ധമുണ്ടെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു.
ഈ രഹസ്യം കണ്ടെത്താൻ നഫീസയെ കണ്ടെത്തണമെന്ന് അവൾക്ക് തോന്നി. പക്ഷേ വർഷങ്ങളായി നഫീസയെപ്പറ്റി ആർക്കും ഒരറിവുമില്ലായിരുന്നു. നഫീസയുടെ മകൾ അടുത്തുള്ള കോളേജിൽ പഠിക്കുന്നുണ്ടെന്ന് അവൾക്ക് അറിയാമായിരുന്നു. അവളുടെ മകളിലൂടെ നഫീസയെ കണ്ടെത്താമെന്ന് അവൾക്കുറപ്പായിരുന്നു. ഈ ഉറപ്പിൽ അവൾ വീട് വിട്ടിറങ്ങി. നഫീസയുടെ മകളെ കണ്ടെത്താനുള്ള യാത്ര ഒരു പ്രയാസമായിരുന്നു. അവൾക്ക് ആ കുട്ടിയുടെ പേരോ ഏത് കോളേജിലാണ് പഠിക്കുന്നതെന്നോ അറിയില്ലായിരുന്നു. പക്ഷേ ഒരു കാര്യം അവൾക്കറിയാമായിരുന്നു. ഫാറൂഖ് പറഞ്ഞത് സത്യമാണെങ്കിൽ ഈ രഹസ്യം കണ്ടെത്താൻ നഫീസയുടെ മകൾക്ക് കഴിയുമെന്നായിരുന്നു. അടുത്തുള്ള കോളേജുകൾ തേടി അവൾ ഒരുപാട് അലഞ്ഞു. അവൾക്കൊരിടത്തും നഫീസയുടെ മകളെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. പക്ഷേ ഒരു ദിവസം ഒരു കോളേജ് കാന്റീനിൽ വെച്ച് അവൾ ഒരു പെൺകുട്ടിയെ കണ്ടു. അവളുടെ മുഖത്തിന് നഫീസയോട് ഒരുപാട് സാമ്യമുണ്ടെന്ന് ആയിഷയ്ക്ക് തോന്നി. ആയിഷ അപ്പോഴേക്കും ആ കുട്ടിയെ പിന്തുടർന്ന് അവളുടെ പേര് ചോദിച്ചു. നിന്റെ പേരെന്താ? അവൾ പറഞ്ഞു, എന്റെ പേര് സഫിയ. അവൾ നഫീസയുടെ മകളാണെന്ന് ആയിഷയ്ക്ക് ഉറപ്പായി. അവൾ വളരെ സൗമ്യമായി സഫിയയോട് സംസാരിച്ചു. സഫിയ ആയിഷയെ സംശയത്തോടെ നോക്കി. എങ്കിലും അവർ സംസാരിച്ചു തുടങ്ങി. ആയിഷ വളരെ ശ്രദ്ധയോടെയും കരുതലോടെയും സംസാരിച്ചു. ഫാറൂഖിന്റെ മരണത്തെക്കുറിച്ചും നഫീസയെ ജോലിയിൽ നിന്ന് മാറ്റിയതിനെക്കുറിച്ചും അവൾ ചോദിച്ചു. സഫിയ ആദ്യം മറുപടി നൽകാൻ മടിച്ചു. പക്ഷേ ആയിഷയുടെ കണ്ണുകളിൽ സത്യം കണ്ടെത്താനുള്ള തീവ്രമായ ആഗ്രഹം കണ്ടപ്പോൾ അവളെല്ലാം തുറന്നു പറഞ്ഞു. സഫിയ പറഞ്ഞു, ഫാറൂഖ് സാബിനെ കൊല്ലാനുള്ള ഗൂഢാലോചനയെക്കുറിച്ച് എന്റെ ഉമ്മയ്ക്ക് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് അവരെ ജോലിയിൽ നിന്ന് പുറത്താക്കിയത്. റഫീഖ് സാബ് ഫാറൂഖ് സാബിന്റെ മരുന്നിൽ വിഷം ചേർത്ത് കൊല്ലാൻ ശ്രമിക്കുന്നത് എന്റെ ഉമ്മ കണ്ടു. അവർ ഫാറൂഖ് സാബിനോട് ഇത് പറയാൻ ശ്രമിച്ചു. പക്ഷേ അതിനു മുമ്പ് അവരെ പുറത്താക്കി. എന്റെ ഉമ്മ മരിക്കും മുമ്പ് എന്നോട് സത്യം പറയുകയും ഒരു മരുന്നുകുപ്പിയും ഒരു കുറിപ്പും എന്റെ കയ്യിൽ ഏൽപ്പിക്കുകയും ചെയ്തിരുന്നു. സഫിയ ആ മരുന്നുകുപ്പിയും കുറിപ്പും ആയിഷയുടെ കയ്യിൽ കൊടുത്തു. ആയിഷ അത് കണ്ടപ്പോൾ ഞെട്ടി. ഫാറൂഖിന്റെ മരണത്തിന് പിന്നിലെ രഹസ്യം അവൾക്ക് മനസ്സിലായി. അവൾ കുപ്പിയും കുറിപ്പും ഭദ്രമായി കീശയിലിട്ടു. അവളുടെ ഭർത്താവിന്റെ മരണത്തിന് ഉത്തരവാദികളായവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ അവൾ തീരുമാനിച്ചു. ഈ യാത്രയിൽ സഫിയ അവളുടെ കൂടെയുണ്ടാകുമെന്ന് അവൾക്കുറപ്പായിരുന്നു. അവർക്ക് നീതി ലഭിക്കുമെന്നും സത്യം പുറത്തുവരുമെന്നും അവൾക്ക് വിശ്വാസമുണ്ടായിരുന്നു. ആയിഷയും സഫിയയും മരുന്നുകുപ്പിയും കുറിപ്പുമായി ഒരു പ്രമുഖ മതപണ്ഡിതനായ മൗലവി സാബിന്റെ അടുക്കലെത്തി. ആൾക്കൂട്ടത്തിൽ നീതിക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരാളായിട്ടാണ് അദ്ദേഹത്തെ എല്ലാവരും കണ്ടിരുന്നത്. അവർ അദ്ദേഹത്തിന്റെ മുന്നിൽ കാര്യങ്ങൾ തുറന്നു പറഞ്ഞു. ഫാറൂഖ് എഴുതിയ കത്തും നഫീസയുടെ വെളിപ്പെടുത്തലും മരുന്നുകുപ്പിയും കുറിപ്പുമെല്ലാം അദ്ദേഹം വളരെ ശ്രദ്ധയോടെ കേട്ടു. മൗലവി സാബിന് ഈ വിഷയം വളരെ ഗൗരവമുള്ളതാണെന്ന് മനസ്സിലായി. അദ്ദേഹം ഒരു പ്രാദേശിക കൗൺസിൽ രൂപീകരിക്കാൻ തീരുമാനിച്ചു. പ്രമുഖരായ കുറച്ചുപേരെ അദ്ദേഹം ഈ കൗൺസിലിലേക്ക് ക്ഷണിച്ചു. സത്യം വെളിപ്പെടുത്താൻ മൗലവി സാബ് സുലൈഖ ഉമ്മയെയും റഫീഖിനെയും കൗൺസിലിന് മുന്നിൽ ഹാജരാക്കി. മൗലവി സാബ് ആയിഷയോട് എല്ലാ കാര്യങ്ങളും വിവരിക്കാൻ ആവശ്യപ്പെട്ടു. അവൾ ധൈര്യപൂർവ്വം ഫാറൂഖിന്റെ മരണത്തിന് പിന്നിലെ രഹസ്യങ്ങൾ ഓരോന്നായി വെളിപ്പെടുത്തി. ഫാറൂഖ് എഴുതിയ കത്ത്, നഫീസയുടെ സാക്ഷ്യം, സഫിയ നൽകിയ മരുന്നുകുപ്പിയും കുറിപ്പും എന്നിവയെല്ലാം അവൾ കൗൺസിലിനു മുന്നിൽ ഹാജരാക്കി. റഫീഖിന്റെ മരുന്നുകുപ്പിയാണ് അതെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു. റഫീഖ് ഒരു ഡോക്ടറായിരുന്നു. പലതരം മരുന്നുകളും കുപ്പികളും അവൻ സൂക്ഷിച്ചിരുന്നു. അതിലൊന്നായിരുന്നു ഇത്. റഫീഖ് അത് കണ്ട് ഞെട്ടി. അവന്റെ മുഖം വിളറി. അവനെ ചോദ്യം ചെയ്തപ്പോൾ അവൻ കുറ്റം സമ്മതിച്ചു. അവന്റെ ഉമ്മ സുലൈഖ, ഉമ്മ ഈ ഗൂഢാലോചനയിൽ പങ്കാളിയായിരുന്നെന്നും അവൻ വെളിപ്പെടുത്തി. റഫീഖിന്റെ ഈ കുറ്റസമ്മതം കേട്ട് സുലൈഖ ഉമ്മ പൊട്ടിക്കരഞ്ഞു. ഫാറൂഖിന്റെ സ്വത്ത് തട്ടിയെടുക്കാൻ വേണ്ടി അവനെ കൊല്ലാൻ ശ്രമിച്ചത് റഫീഖിന്റെ നിർബന്ധം കാരണമായിരുന്നു എന്ന് സുലൈഖ ഉമ്മ സമ്മതിച്ചു. മൗലവി സാബും കൗൺസിലും ഈ വെളിപ്പെടുത്തൽ കേട്ട് ഞെട്ടി. ആയിഷയുടെ ധൈര്യവും നീതിക്കു വേണ്ടിയുള്ള പോരാട്ടവും അവർക്ക് പ്രചോദനമായി. കൗൺസിൽ വിചാരണയ്ക്ക് ശേഷം റഫീഖിനും സുലൈഖ ഉമ്മയ്ക്കും കഠിനമായ ശിക്ഷ നൽകാൻ തീരുമാനിച്ചു. വിചാരണയുടെ അവസാന ഭാഗത്ത് മൗലവി സാബ് ആയിഷയോട് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചു. റഫീഖിന്റെയും സുലൈഖ ഉമ്മയുടെയും കണ്ണുകൾ അവൾക്ക് നേരെ പാഞ്ഞു. അവളുടെ കണ്ണുകളിൽ ദുരിതമോ കോപമോ ഉണ്ടായിരുന്നില്ല, പകരം ആത്മവിശ്വാസം നിറഞ്ഞു. എന്റെ ഭർത്താവിന്റെ ഓർമ്മകൾക്ക് ഒരു പിൻഗാമിയുണ്ടെന്ന് എല്ലാവരോടും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ആയിഷയുടെ വാക്കുകൾ സദസ്സിൽ നിശബ്ദത നിറച്ചു.
എന്റെ ഭർത്താവ് ഫാറൂഖ് സാഹിബിന്റെ ഒരു കുട്ടിയെ ഞാൻ ഗർഭം ധരിച്ചിട്ടുണ്ട്. ഈ വാക്കുകൾ കേട്ട് എല്ലാവരും ഞെട്ടി, പ്രത്യേകിച്ച് സുലൈഖ ഉമ്മ. ഫാറൂഖിനൊരു കുട്ടിയുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് അവർക്ക് അറിയാമായിരുന്നു. പക്ഷേ അങ്ങനെയൊന്നുണ്ടാവരുതെന്ന് അവർ ആഗ്രഹിച്ചിരുന്നു. അതുകൊണ്ടാണ് അവൾക്ക് ഒരു കുഞ്ഞില്ലെന്ന വ്യാജേന അവളെ പുറത്താക്കിയത്. മൗലവി സാബ് ആയിഷയെ അഭിനന്ദിച്ചു. സ്വന്തം ഭർത്താവിനോടും കുടുംബത്തോടും ഒരുപാട് നീതികേടുകൾ ചെയ്തിട്ടും അവളൊരു കുഞ്ഞിനെ ഗർഭം ധരിച്ച് അത് വെളിപ്പെടുത്തിയത് എല്ലാവർക്കും സന്തോഷം നൽകി. എന്റെ കുഞ്ഞിനെ സ്വന്തമായി വളർത്താനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നീതിക്കായി ഞാൻ പോരാടിയത് എന്റെ ഭർത്താവിനോടുള്ള കടമയായിട്ടാണ്. എന്റെ കുട്ടി ഫാറൂഖിനെപ്പോലെ ധാർമ്മിക ബോധത്തോടെയും നീതിബോധത്തോടെയും വളരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ആയിഷയുടെ വാക്കുകൾക്ക് ശേഷം അവർക്ക് നീതി ലഭിച്ചു. ഫാറൂഖിന്റെ സ്വത്തിൽ അവൾക്ക് പൂർണ്ണ അവകാശമുണ്ട്. എങ്കിലും ഫാറൂഖിന്റെ കുടുംബത്തിൽ നടന്ന കാര്യങ്ങൾ അവളെ വിഷമിപ്പിച്ചു. അതുകൊണ്ട് തന്നെ അവൾ ആ കുടുംബത്തിൽ നിന്ന് വിട്ടുനിൽക്കാൻ തീരുമാനിച്ചു. പിന്നീടവൾ ആ കുഞ്ഞിനെ നല്ല മൂല്യങ്ങളോടെ വളർത്തുകയും കുട്ടി വളരുമ്പോൾ തന്റെ അച്ഛന്റെ നീതിബോധവും സത്യസന്ധതയും ഉൾക്കൊള്ളുന്നു. അങ്ങനെ ആയിഷയും അവളുടെ കുഞ്ഞും സന്തോഷത്തോടെ ജീവിക്കുന്നു.